നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ഹോസ്പിറ്റലിലേക്ക് വൈജയന്തിയെ കാണാനായിട്ട് ബ്രോക്കർ വരുന്നുണ്ട്. പിന്നെ ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു, അതെ മാഡത്തിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ടാക്സിക്കാരെ വിളിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം വൈജയന്തി മുറിയിലുണ്ടായിരുന്ന നേഴ്സിനോട് ചോദിച്ചു, അല്ല ഇനി എനിക്ക് പോകാലോ, ഫോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ഡിസ്ചാർജ് ആയതല്ലേന്ന് ചോദിച്ചു. അതെ എല്ലാം കാര്യങ്ങളും കഴിഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നീട് പോകാനായിട്ട് എഴുന്നേക്കണ സമയത്താണ് നേഴ്സ് ചോദിക്കുന്നത്, അല്ല അറ്റൻഡറെ വിളിക്കണോ, ഈ ഭാഗം ആരും എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബ്രോക്കർ പറഞ്ഞു, അതൊക്കെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. പിന്നെ നേഴ്സ് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഗംഗാധരൻ്റെ ശിവശങ്കരനും അങ്ങോട്ട് കയറി വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിയെങ്കിലും നോക്കി. എന്നിട്ട് ചോദിച്ചു, ഗംഗേണ്ണോ, ഗംഗേണ്ണ ഇത് എപ്പോൾ വന്നെന്ന് ചോദിച്ചു. ഞാൻ രാവിലെ വന്നാ. എൻ്റെ മാലതിയെടുത്തി വന്നില്ലെന്ന് ചോദിച്ചു. മാലതിയെടുത്തി വന്നില്ല എന്ന് പറഞ്ഞു. അല്ല എന്തു പറ്റി ഗംഗേട്ട പെട്ടെന്ന് ഇങ്ങോട്ടേക്ക്, എന്തേലും കാരണം ഉണ്ടോയെന്ന് ചോദിച്ചു. എന്താ, എനിക്ക് എന്തേലും കാരണം ഉണ്ടായാൽ മാത്രം വരാൻ പറ്റുള്ളോ? എൻ്റെ ഗംഗേട്ട, എനിക്ക് ഗംഗേണ്ണെ അറിയരുതോ? നീലഗിരിയിൽ നിന്ന് കാർ ഓടിച്ച് ഇവിടം വരെ വരണമെങ്കിൽ, ഇത്ര ദൂരം വരണമെങ്കിൽ അതിന് എന്തേലും കാരണമില്ലാതെ വരില്ല എന്നറിയാലോ. ഗംഗാധരൻ പറഞ്ഞു, അതെ കാരണം ഉണ്ടായിട്ട് തന്നെ വന്നേ. നീ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. ശരി ഡിസ്ചാർജ് ആയില്ലേന്ന് ചോദിച്ചു. ആയി, എങ്കിൽ ശരി ബാ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബ്രോക്കർ പറഞ്ഞു, അയ്യോ ഞാൻ ടാക്സിക്കാരൻ വിളിച്ചോണ്ടാ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, ആ ടാക്സി അങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ, വൈജ എൻ്റെ കാറിനാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഗംഗേട്ട ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ അവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, തൽക്കാലത്തേക്കേ നീ എന്നോടൊപ്പം എൻ്റെ കാറിനകത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഈ സമയം ശിവശങ്കരനൊന്നും മിണ്ടാതിരിക്കുകയാണ്. ശിവശങ്കരനോട് ചോദിച്ചു, അല്ല ശിവേട്ടൻ എന്തോന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. ഞാനിപ്പോൾ എന്ത് പറയാനായിട്ടാ, എനിക്കറിയാം ഹരിക്ക് വേണ്ടിയിട്ട് ആ അലീനെ പുണ്യാളത്തിയോട് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തോണ്ടല്ലേ എന്നോട് ദേഷ്യം, അവളുടെ കാലം ഞാൻ പിടിക്കാത്തോണ്ടുള്ള ദേഷ്യമല്ലേ ശിവേട്ടനെന്ന് ചോദിച്ചു. ദേ വൈജയ്, ഞാൻ അതൊന്നും ഇപ്പം മനസ്സിൽ പോലും ഓർക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് വെറുതെ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല, നീ വാ ഇങ്ങോട്ടേക്ക് വന്ന് കാറിൽ കയറാൻ നോക്കാൻ പറഞ്ഞു. അല്ല ഗംഗേട്ട അത് ടാക്സിയൊക്കെ അയാൾ പറഞ്ഞു വിട്ടോളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല വൈജയ്ക്ക്. അങ്ങനെ വൈജയെ കൂട്ടിക്കൊണ്ട് ശിവശങ്കരൻ ഗംഗാധരനും കൂടെ പോകുന്ന സമയത്ത് വൈജി ചോദിച്ചു, അല്ല നിങ്ങളത് എന്നെ ഏത് വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, വീട്ടിലേക്ക്. അല്ല വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിന് ശിവേട്ട കമലെടുത്ത് സമ്മതിക്കുമോയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അതിന് നിന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് കമലയുടെ സമ്മതം എന്തിനാന്ന് ചോദിച്ചു. ഏത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നിങ്ങളീ പറയണേ? കടപ്പാട്ട് വീട്ടിലേക്ക്. കടപ്പാട്ടുകൾക്കോ? അവിടേക്ക് എന്നെ എന്തിനാ കൊണ്ടുവന്നേ? അവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നു വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, അതല്ലേ നിന്റെ വീടെന്ന് ചോദിച്ചു. അതെന്റെ വീടൊന്നും അല്ല. ശിവശങ്കരൻ പറഞ്ഞു, വെറുതെ വാശി പിടിക്കേണ്ട വൈജയ്, നീ എന്തിനെങ്ങനെ വാശി പിടിക്കണമെന്ന് ചോദിച്ചു. വൈജയ് പറഞ്ഞു, ഞാൻ ആ വീട്ടിലേക്ക് കയറില്ലെന്ന് ശപഥം ചെയ്തിരിക്കുക. അവളുണ്ടല്ലോ അലീന എന്ന് പറയുന്ന ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഞാൻ ആ വീട്ടിലേക്ക് കയറത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ പോയി താമസിക്കില്ല എന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, നിന്റെ ഈ പിടിവാശി നീ ആദ്യം കളയാൻ നോക്ക്, അല്ലാതെ വാശി വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു ഗതി ഉണ്ടാകത്തില്ല. നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിന്റെ മക്കളെക്കുറിച്ച് ചിന്തിച്ചോ? രോഹിത്തിന്റെ പവിതയുടെയൊക്കെ അവസ്ഥ എന്താന്ന് നീ ചിന്തിച്ചോ? അത് കേട്ടപ്പോൾ വൈജു പറഞ്ഞു, അവർക്കെന്താ അവസ്ഥ? ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെയാ ഈ തീരുമാനം എടുത്തേ. ഒരു വാടക വീട് എടുക്കുന്നു, രോഹിത്തിനെയും ഭവിതയും കൂട്ടി പോകുന്നു. ഗംഗാധരൻ ചോദിച്ചു, അപ്പൊ കൃഷ്ണമോളോ? അവൾ അച്ഛൻ്റെ പെറ്റല്ലേ, അപ്പം അവൾ അച്ഛനെ പിരിഞ്ഞ് വരത്തൊന്നുമില്ല, അവളവിടെ നിന്നോട്ടെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അവളെ അവിടെ ഇടാൻ നിനക്ക് അവളെ വേണ്ട, നിനക്ക് ഭവിതേനും രോഹിത്തിനും മതി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലോ ഗംഗേട്ട, പിന്നെ നീ പറഞ്ഞാൽ എന്താ അർത്ഥം ഇരിക്കുന്നേ? ഇതിനകത്തൊന്നും എനിക്ക് അങ്ങനെ മനസ്സിലാവണേന്ന് പറഞ്ഞു. പിന്നെ രോഗത്തിനെ കുറിച്ചും ബബിതയെക്കുറിച്ചും ഒക്കെ നീ പറഞ്ഞല്ലോ. രോഗത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് എന്താണെന്നറിയാവോ? അവൻ ജയിലിൽ നിന്ന് വന്നെങ്കിലും അവന് ശരിക്കും മെൻ്റലി അവൻ റിക്കവർ ആയിട്ടില്ല. ആ സമയത്ത് നീ അവനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലോ ഇപ്പം നിനക്ക് തന്നെ ഒരാളുടെ സപ്പോർട്ട് കൂടിയേ മതിയാവുള്ളൂ. ആ സമയത്ത് നീ മറ്റുള്ളവരെ നോക്കാനായിട്ട് പോകുന്നത് അതൊക്കെ നടക്കുന്ന കാര്യമാണോ വൈജയെന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ടാ, എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം എന്താണെന്നറിയാലോ, ബാലയൻ തന്നെ എന്നെയല്ല വേണ്ടത്, അവളെയാണ്, ആ അലീന എന്ന് പറയുന്നവളെ. ശിവശങ്കരൻ പറഞ്ഞു, വെറുതെ അലീനയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത്? തൊടുന്നതിനും പിടിക്കുന്നതിനല്ല, അവളെ ചീത്ത പറയുന്നത് എന്തിനാ? അതിന് മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു. അതെ, തെറ്റ് ശരിയൊന്നും ഞാൻ കണക്കാക്കുന്നില്ല, ഞാൻ എന്താണോ ആ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയേ മതിയാവുള്ളൂ. നിന്നെ ഞങ്ങൾ ആ വീട്ടിൽ കൊണ്ടേ വിടും, നീ അവിടെ താമസിച്ചാൽ മതി, ഞങ്ങൾ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിക്കും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലുണ്ടായിരുന്നില്ല
വൈജ പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങൾ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ, കാറിൽ നിന്ന് എനിക്ക് എടുത്ത് ചാടാൻ പറ്റില്ലല്ലോ. ശിവശങ്കരൻ പറഞ്ഞു, എടുത്ത് ചാടുവോ ചാടാതിരിക്കുവോ ഒക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കടപ്പാട്ട് വീട്, ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് പറ്റുള്ളൂ പറഞ്ഞു. അപ്പോഴേക്കും വൈജ പറഞ്ഞു, ഇതിനേക്കാളും ഭേദം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നതാണ്. ഗംഗാധരൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിനക്ക് കടപ്പാട്ട് വീട് പറ്റില്ലെങ്കിൽ നീ ഹോസ്പിറ്റലിലേക്ക് തന്നെ മടങ്ങിപ്പിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ കടപ്പാട്ട് വീണ്ടും മുറ്റത്തേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ വൈജി ഇറങ്ങില്ല. വൈജി ഇരിക്കുന്ന കണ്ടിപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, നീ എന്താ ഇറങ്ങാത്തെ? ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. വൈജി ഇത് നിന്റെ വീടാന്ന് പറഞ്ഞു. എൻ്റെ വീടോ? എൻ്റെ വീടായിരുന്നു മുമ്പ്, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അലീന എന്ന് പറയുന്നവളെല്ലാം കൈയടക്കി വെച്ചിരിക്കുക, എൻ്റെ ഭർത്താവിനെ സഹിതം. ശിവശങ്കരൻ പറഞ്ഞു, അനാവശ്യ വർത്താനം പറയരുത്. ഓഹോ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനാവശ്യമല്ലേ? അപ്പം കാണിക്കുന്നതിനൊരു കുഴപ്പമില്ല. ബാലേന്ദ്രൻ എന്ത് തെമ്മാടത്തരം കാണിച്ചാലും നീ കഥക്കെ നല്ലതല്ലേന്ന് ചോദിച്ചു. അതേ വൈജയ്, വെറുതെ ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ വെറുതെ എന്തിനാ ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തുന്നേ? മര്യാദയ്ക്ക് വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ശിവശങ്കരനും ഗംഗാധരനും കൂടെ ഇറങ്ങുവാണ്. വൈജയന്തി ഇങ്ങനെ ആലോചിച്ചിട്ട് വൈജയന്തി പിച്ച വെച്ച് അങ്ങോട്ട് സിറ്റ് ഔട്ടിലേക്ക് വരുവാണ്. വൈജയന്തിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് ശിവശങ്കരൻ ഗംഗാധരനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ബാലേന്ദ്രന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെന്ന് ചോദിച്ചു. എന്തിനാ അയാളുടെ വായിലിരിക്കുന്ന നമ്മളെന്തിനാ കേൾക്കണേ? അയാളുടെ ഭാര്യ ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലായിരുന്നു. റിക്കവറായി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരികെ വീട്ടിലെത്തിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു, ഭാര്യയാണ് ഇവള്, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശിവശങ്കരൻ ബാക്കി എടുത്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കൊണ്ട് കൊണ്ടിരുന്ന സമയത്ത് വൈജി നോക്കിയിട്ട് പറഞ്ഞു, അതവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അതെടുത്ത് ശിവേട്ടൻ ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞു. ഓ, ഇത് വല്ല ബുദ്ധിമുട്ടാണോ? നിന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ, അതിന് അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇത് വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാധരൻ കയറി ചെന്ന് കോളിംബെൽ അടിക്കുകയാണ്. അലീനയാണ് വന്ന് കഥ ഓർക്കുന്നത്. ആ അങ്കിളെ വരാനൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അലീന ആ കാഴ്ച കാണുന്നത്. സിറ്റൗട്ടിലിരിക്കുന്ന വൈജയനെ ഇങ്ങനെ നോക്കുകയാണ് വൈജയനെന്ന്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാറായെന്ന് പറഞ്ഞു. ഇപ്പം ആരുടെയും പരസഹായം ഇല്ലാതെ പതുക്കെ നടക്കാമെന്ന് പറഞ്ഞു. വൈജ അലീനെ ഒന്ന് നോക്കുകയാണ്. അലീനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി. ഈ സമയത്ത് അലീന വന്നിട്ട് ശിവശങ്കരനോട് ചോദിച്ചു, അല്ലെങ്കിൽ കുടിക്കാൻ എന്താ വേണ്ടേ? ചായയാണോ, തണുത്ത എന്തെങ്കിലും ജ്യൂസ് മതിയെന്ന് ചോദിച്ചു. തണുത്തായിക്കോട്ടെ, അത് മതിയെന്ന് പറഞ്ഞു. അലീന ഇടയ്ക്കിടയ്ക്ക് പാളിപ്പാളി കണ്ണു വെട്ടിച്ചൊന്ന് നോക്കുന്നുണ്ടായിരുന്നു വൈജയെ. പക്ഷെ വൈജ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഗംഗാധരൻ വൈജയോട് പറഞ്ഞു, ഇനി നിനക്ക് തീരുമാനിക്കാം, കുട്ടികളുടെ അമ്മയായിട്ട് ഇവിടെ തുടരണോ അതോ ഇനിയിപ്പോൾ വേറെ വാടക എടുത്ത് മാറി താമസിക്കണമെന്ന്. അതൊക്കെ ഇനി നിന്റെ ഇഷ്ടങ്ങളിൽ പെടുന്ന കാര്യമാണ്. ഞങ്ങളായിട്ട് ഇനിയിപ്പോൾ ഒന്നും എതിർക്കാനോ ഒന്നും പറയാനോ ഒന്നും വരത്തില്ല എന്ന് അവർ പറയുവാണ്. ഇതേസമയം ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ഗംഗാധരനും ശിവശങ്കരനും കയറി പോവാണ്. ബാലേന്ദ്രനോട് ചെന്ന് സംസാരിക്കണമല്ലോ. പിന്നീട് വൈജയന്തി എന്ത് ചെയ്തു, മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വരുന്ന സമയത്ത് വൈജയുടെ മുറിയിൽ ബബിത ഉണ്ടായിരുന്നു. ബബിത കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് കട്ടിലേൽ ആസ്വദിച്ച് ഫോണിനകത്ത് കുത്തിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കഥവും തുറന്നുകൊണ്ട് വൈജി അങ്ങോട്ട് കയറി വരുന്നത്. വൈജി ആ സമയത്ത് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബബിത. വൈജ മുറിയിലേക്ക് കയറിയിട്ട് മുറിയിൽ ആകെപ്പാടെ നോക്കി. തുണിയെല്ലാം അങ്ങനെ കട്ടിലേക്കൂടെ വാരി വലിച്ചിട്ടിരിക്കുന്നു. അണ്ടർ ഗാർമെന്റ്സ് ആയത് അവിടെ ഇവിടെ എല്ലാം തൂങ്ങി കിടക്കണു. എല്ലാം വാരി വലിച്ച് ഒരു പരുവത്തനാക്കി ഇട്ടിരിക്കുക. ശരിക്കും ചന്തവാള് തന്നെ. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജി ചോദിച്ചു, എന്താടിത്, എന്തായി കാണുന്നതെന്ന് ചോദിച്ചു. എന്താമ്മേ? എടി ഇത് എൻ്റെ മുറി തന്നെയാണോ? ഇതെന്ത് കോലമാന്ന് ചോദിച്ചു. അമ്മേ, മുറിക്ക് എന്താ ഒരു പ്രശ്നം? ആ മൂലക്കിലേക്ക് 2 പോത്തിനെ 2 എരുമേനെയും കൂടെ കൊണ്ട് കിട്ടുവാണെങ്കിലും ഇത് തൊഴുത്താണെന്നെങ്കിലും പറയായിരുന്നു. ഇത് അതുപോലും ഇല്ലോടി. എടി കട്ടിലിൻ്റെ ക്രാസിയൊക്കെ നിന്റെ അണ്ടർ ഗാർമെന്റ്സ് കൊണ്ട് വിരിക്കാനുള്ളതാണെന്ന് ചോദിച്ചു. ഓ, അത് പിന്നെ അമ്മ വരുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഓ, അമ്മ വരത്തില്ല ഇതൊക്കെ ചെയ്യാല്ലേന്ന് ചോദിച്ചു. അല്ലമ്മേ, അത് പിന്നെ ഞാൻ എടി കുറച്ചൊക്കെ ഒരു വൃത്തിക്ക്. എൻ്റെ മുറിയുടെ ഒരു അവസ്ഥയെ ഞാനില്ലാത്ത സമയത്ത് നീ മുറിയിലേക്ക് തള്ളിക്കയറിയല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ഈ മുറി ഇവിടെ വെറുതെ കിടക്കുമായിരുന്നല്ലോ അമ്മേ. അപ്പം ഞാൻ വെറുതെ ഇടയ്ക്ക് വന്നിരിക്കും കിടക്കുകയൊക്കെ ചെയ്യും. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഒന്ന് കിടന്നോളെന്ന് പറഞ്ഞു. കിടന്നോളൂ, അതുമാത്രം മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് വൈജി എന്ത് ചെയ്തു, വാഷ്റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും ഭവിത ചോദിച്ചു, അല്ലമ്മേ അമ്മയ്ക്കയുടെ കാലിന് ഇത് എന്ത് പറ്റി? അപ്പം ചട്ടിച്ചട്ടിയല്ലേ പോകുന്നേ. വൈജി പറഞ്ഞു, അതെ, ഞാൻ ഒളിമ്പിക്സിൽ ഓടി സ്വർണ്ണ മെഡലും മേടിച്ചുകൊണ്ട് വരുന്ന വഴി കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയെന്ന് പറഞ്ഞു. ഓ, അമ്മയുടെ ഒരു കോമഡി, ഒന്നും മിണ്ടാതെ വെക്കോ അവിടെ നിന്നും പറഞ്ഞിട്ട് വൈജി ദേഷ്യപ്പെട്ട് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങി. സ്മെല്ല് കാരണം അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വൈജ കഥ തിരിച്ചടയ്ക്കുവാണ്. എന്താടി ഇത്?
മുനിസിപ്പാലിറ്റിയുടെ ബാത്റൂം ആണോന്ന് ചോദിച്ചു. എന്താമ്മേ എടി ഇത് കഴിവൊന്നും ഇല്ലേ, ഇങ്ങനെ വൃത്തിയില്ലാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അമ്മേ അത് പിന്നെ ഞാൻ എടി നിന്നെയൊക്കെ എന്തിനാടി ഞാൻ വളർത്തി വലുതാക്കിയത് എന്നൊക്കെ പറഞ്ഞു കുറേ ചീത്ത പറയണം. നീ ഒരു കാര്യം ചെയ്യുക, പോയി എൻ്റെ ബാഗ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാനെടുക്കാം. എടി നിന്നോട് പോയി എടുത്തോണ്ട് വരാനായിട്ടാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം പറഞ്ഞല്ലോ, അമ്മ വാടക വീട്ടിലേക്ക് മാറുമെന്നല്ലേ പറഞ്ഞത്. വാടക വീട്ടിലേക്ക് മാറണമെന്ന് കരുതി ഇരുന്ന അപ്പോഴേക്കുമാണ് ഗംഗേട്ടനും ശിവേട്ടനും കൂടെ വന്ന് പിന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അമ്മയ്ക്ക് പറയാൻ മേലായിരുന്നോ വാടക വീട്ടിലേക്ക് മാറണമെന്ന്? ഞാൻ പറഞ്ഞു നോക്കിയതാ, അവർ കേട്ടില്ല എന്ന് പറഞ്ഞു. ശിവേട്ടൻ മാത്രമുള്ള പ്രശ്നമില്ലായിരുന്നു, ഗംഗേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഗംഗേട്ടനെ എതിർക്കാൻ പറ്റില്ല. അപ്പം ഇനി അമ്മ ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചോ? ഗംഗേട്ടനും ശിവേട്ടനും പോയി കഴിയുമ്പോൾ ഞാൻ വാടക വീട്ടിലേക്ക് തന്നെ മാറും. ഞാനിവിടെ നിൽക്കത്തൊന്നുമില്ല. ഈ വൈജ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആരുടെ മുന്നിൽ തോൽക്കില്ല എന്ന് പറഞ്ഞു. ഭവിത പറഞ്ഞു, ഇപ്പം അമ്മ തോറ്റല്ലോ എന്ന് പറഞ്ഞു. എവിടെ തോറ്റു? ഞാൻ ഒരിടത്തും തോറ്റിട്ടൊന്നുമില്ല, അതൊക്കെ നിന്റെ വെറും തോന്നലാന്ന് പറയുവാണ്. അതേസമയം ഗംഗാധരനും ശിവശങ്കരനും കൂടെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, നിങ്ങളോ കൊള്ളാല, എന്ത് പറ്റി വിശേഷിച്ച് പെങ്ങൾ പ്രസവിച്ചോന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, അതെ മുറിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ബാലേന്ദ്രനെ പറയണമെന്ന് ചോദിച്ചു. വേണ്ടപ്പെട്ടവർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ശരി ശരി കയറി വാ, രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. പിന്നെ എന്ത് പറ്റി വിശേഷിച്ച്? അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, എന്നാലും ഇത് ശരിയായിട്ടില്ല ബാലേന്ദ്ര, വന്നു കഴിയുമ്പോൾ എപ്പോഴാണ് വന്നേന്നോ അല്ല എന്തിനാ വന്നേന്നോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചോദിക്കേണ്ടത് സർവ്വസാധാരണമായിട്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഉപചാരപൂർവ്വം എന്തെങ്കിലും ഒന്നും സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു. ഉപചാരപൂർവ്വം അതെ ആ വാക്ക് നിനക്കറിയാലോ ഗംഗേട്ട, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നേന്ന്. നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സ്വീകരണമൊക്കെ തരുന്നുണ്ടായിരുന്നു, കാരണം നിങ്ങളുടെ അളിയന്മാരല്ലേ. പക്ഷേ ഇപ്പോഴതില്ല. എന്തുകൊണ്ടാ ഒന്ന് ആലോചിച്ച് നോക്കി. വ്യഭിചരിച്ച് ജീവിച്ച പെങ്ങളെ ബോണസായി കിട്ടിയ മകളെ നിങ്ങൾ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചില്ലേ? അപ്പം നിങ്ങൾക്കുണ്ടായിരുന്നോ ഈ ഭംഗി വാക്കും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ അവരോട് ദേഷ്യപ്പെടുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവർ വല്ലാത്തൊരു പകപ്പോടു കൂടി ബാലേന്ദ്രൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.